പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ നാം നടത്തിയ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനായി നിങ്ങൾക്കെല്ലാം വഴികാട്ടി എന്ന വർക്ക്ഷീറ്റ് ലഭിച്ചിട്ടുണ്ടാവും. വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സഹായക വീഡിയോ ആണിത്. 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് ഫലേം ഭടേം എന്നതായിരുന്നു. ഫലേം ഭടേ എന്ന 1ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠം അമ്മി അമ്മി എന്ന മനോഹരമായ ഒരു കവിതയായിരുന്നു. കൂട്ടുകാരൊക്കെ ആസ്വദിച്ച് ആ കവിത പാടിയിട്ടുണ്ടാവും അല്ലേ? ഇതിലെ ആദ്യ പ്രവർത്തനം നമുക്ക് നോക്കാം. ഘർ കെ ബാരേ മേം അൽഫാസ് ലിഖിയേ. ഘർ കെ ബാരേ മേം അൽഫാസ് ലിഖിയേ. ഉൻകി മദദ് സേ ജുംലെ ബനായിയെ. ഘർ എന്നാൽ എന്താ? വീടാണല്ലേ. ഘർ എന്ന് പറഞ്ഞാൽ വീട്. വീടിനെ കുറിച്ച് അൽഫാസ് ലിഖിയെ, പദങ്ങൾ എഴുതൂ. ഉൻകി മദദ് സേ ജുംലെ ബനായിയെ, സഹായത്തോടു കൂടി വാക്യങ്ങൾ നിർമ്മിച്ച് നോക്കൂ, വാചകങ്ങൾ ഉണ്ടാക്കൂ എന്ന പ്രവർത്തനമാണ്. ഇവിടെ നോക്കൂ, ഒരു പദസൂര്യനുണ്ട്. ഘർ, വീട് അല്ലേ. ഘർ എന്നാൽ വീട്. വീട്ടിൽ ആരൊക്കെയാണുള്ളത് എന്നതാണ് അതിന് ചുറ്റുമുള്ളത്. അബ്ബ, അബ്ബ എന്നാൽ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ അല്ലേ. അമ്മി, അമ്മി എന്ന് പറഞ്ഞാൽ ഉമ്മ അല്ലെങ്കിൽ അമ്മ. ഭായി, സഹോദരൻ. ബഹൻ, സഹോദരി. അബ്ബ, അമ്മി, ഭായി, ബഹൻ അല്ലേ. ഇവരെല്ലാം വീട്ടിലുണ്ട്. ഇനി ഇതിൻ്റെ സഹായത്തോടു കൂടി ഒരു വാക്യം നിർമ്മിച്ചിരിക്കുന്നു നോക്കൂ. ഓക്കെ, ഈ 4 പദങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇനി നാം വാക്യങ്ങൾ നിർമ്മിക്കുന്നത്. ഘർ മേം അമ്മി ഹേ. ഘർ മേം അമ്മി ഹേ. നമ്മളവിടെ എഴുതിയ പദമാണെന്ത്? അമ്മി എന്നുള്ളത്. ഘർ മേം അമ്മി ഹേ, വീട്ടിൽ അമ്മയുണ്ട്. വീട്ടിൽ അമ്മയുണ്ട്, അമ്മി എന്നുള്ളത്. ഇനി അടുത്തത് അബ്ബ. ഘർ മേ അബ്ബാ ഹേ. ഘർ മേ ഭായി ഹേ. ഘർ മേ ബഹൻ ഹേ. ഇത്തരത്തിൽ ഈ പദസൂര്യന് ചുറ്റുമുള്ള പദങ്ങൾ പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് എഴുതിയാൽ ഒരു പ്രവർത്തനം ഫിനിഷ്, 1 പൂർണ്ണമായി. 2ാമത്തെ പ്രവർത്തനം അൽഫാസ് കി മദദ് സേ നസ്മ പൂരാ കീജിയേ. പദങ്ങളുടെ സഹായത്തോടു കൂടി പദ്യം പൂർത്തീകരിക്കൂ. ഇവിടെ നോക്കൂ, ഒരു പദ്യം കൊടുത്തിട്ടുണ്ട്. ഈ പദ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ചില പദങ്ങളും നൽകിയിട്ടുണ്ട്. ആ പദങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒന്നുകൂടി ഓർക്കാനും കൂടുതൽ എളുപ്പമാക്കാനും ഇത് സഹായിക്കും. പാനി, പാനി എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം. ഹൽവ, ഹൽവ എല്ലാവർക്കും അറിയാലല്ലേ. ഹൽവ എന്ന് പറഞ്ഞാൽ ഹൽവ തന്നെ. ലഡു, ലഡുവും പറയേണ്ടതില്ല. കേല, പഴം. ടോപ്പി, തൊപ്പി. കപ്പട, വസ്ത്രം. ഇവയുടെ ചിത്രങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ചിത്രം നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാകുമല്ലോ അല്ലേ. ജി, ഇനി ഈ പദങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ പദ്യം പൂർത്തീകരിക്കണം. അമ്മി അമ്മി ആവോന, മീട്ട മുജുക്കോ ഖിലാവോന. അമ്മി അമ്മി ആവോന, മുജുക്കോ ഡാഷ് പിലാവോന. ഡാഷ് പിലാവോന. ഈ ഡാഷ് ഉള്ള സ്ഥലത്ത് ഇനി എന്താ എഴുതുക? ഡാഷിന് ശേഷം വന്നത് എന്താണ്? പിലാവോന എന്നതാണ്. പിലാവോന എന്ന് പറഞ്ഞാൽ എന്താ? കുടിപ്പിക്കില്ലേ, കുടിപ്പിക്കില്ലേ. അപ്പോൾ ആ ഡാഷുള്ളിടത്ത് എഴുതാനുള്ളത്, കുടിക്കാനുള്ളത് എന്താണ്? അതാണ് എഴുതാനുള്ളത്. എന്താണ് കുടിക്കാനുള്ളത്? ഹൽവ, ലഡു, കേല ഇവയൊന്നും കുടിക്കൂല. എന്താ കുടിക്കാൻ പറ്റുന്നത്? പാനിയാണല്ലേ. അപ്പം മുജുക്കോ പാനി പിലാവോന. മുജുക്കോ പാനി പിലാവോന. അടുത്തത് അമ്മി അമ്മി ആവോന, മുജുക്കോ ഡാഷ് ഖിലാവോന. ഖിലാവോന എന്ന് പറഞ്ഞാൽ കഴിപ്പിക്കൂലേ, തീറ്റിക്കൂലേ, തിന്നാൻ തരൂലേ എന്നൊക്കെയാണ്. അപ്പം തിന്നുന്നതാണ് അവിടെ കൊടുക്കേണ്ടത് അല്ലേ. പാനി പറ്റുമോ? പാനി പറ്റൂല. പാനി നമ്മൾ നേരത്തെ എഴുതി അല്ലേ. ഇനി തിന്നാൻ പറ്റിയത് എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത് നോക്കൂ. എന്തൊക്കെയാ? ഹൽവയുണ്ട് അല്ലേ. ഹൽവ ഉണ്ട്, പാനി പറ്റൂല. പിന്നെയോ ലഡു ഉണ്ട്, കേല ഉണ്ട്,
അപ്പോൾ ഇത് മൂന്നും അല്ലേ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ? ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് അവസാനത്തെ പൂരിപ്പിക്കാനുള്ളിടത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ പാനിയും എഴുതി, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന്, ലഡു ആവാം, കേലയാവാം, ഹൽവയാവാം, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതി. ഇനി ബാക്കിയുള്ളതിൽ ഇഷ്ടമുള്ള ഒരു 2 എണ്ണം കൂടി ഉണ്ട് അല്ലേ. ബാക്കിയുള്ളതിൽ ഇഷ്ടമുള്ള ഒരു 2 എണ്ണം പൂരിപ്പിക്കാനുള്ള സ്ഥലത്ത് അബ്ബയുടെ ഭാഗത്ത് 2 എണ്ണം പൂരിപ്പിക്കാനുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് എങ്കിൽ അത് ആ പൂരിപ്പിക്കാനുള്ള സ്ഥലത്ത് എഴുതിയാൽ അതും പൂർത്തിയായി. ഇനിയോ അബ്ബ അബ്ബ ആവോന. എന്താ ആവോന എന്ന് പറഞ്ഞാൽ? ആവോന എന്നതിൻ്റെ അർത്ഥം വരൂലേ. അപ്പോൾ ലാവോന എന്ന് പറഞ്ഞാലോ? ലാവോന കൊണ്ടുവന്ന് തരില്ലേ. ലാവോന കൊണ്ടുവന്ന് തരൂലേ. അച്ചി കുടിയ ലാവോന എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പാവ കൊണ്ടുവന്ന് തരില്ലേ. നല്ല പാവ കൊണ്ടുവന്ന് തരില്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? അച്ചി ടോപ്പി ലാവോന, അച്ചി ടോപ്പി ലാവോന, അച്ച കപ്പട ലാവോന. ഈ രീതിയിൽ പൂർത്തീകരിക്കണം. ഓക്കെ, ഇനി അടുത്തതോ? മൂന്നാമത്തെ പ്രവർത്തനം ഒരു പാട്ടാണ്. പാട്ട് പാടാൻ അറിയോ കൂട്ടുകാർക്ക്? നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്ന ഒരുപാട് കുട്ടികൾ നമുക്കിടയിലുണ്ട് അല്ലേ. ഇനി ഈ പാട്ടൊന്ന് നമുക്ക് പാടുന്നില്ല, ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം. മേരി അമ്മി പ്യാരി അമ്മി കിतनी अच्छी सच्ची अम्मी, कितनी अच्छी सच्ची अम्मी, मुझको खाना देती है, हर दिन दूध पिलाती है, हर दिन दूध पिलाती है, प्यार की बात सुनाती है, प्यार की बात सुनाती है, लोरी गा के सुलाती है, अम्मी प्यारी प्यारी है, കിത്തിനി അച്ചി ലഗ്തി ഹൈ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി അമ്മിയെക്കുറിച്ച് ചന്ദ് ജുംലെ ലിഖിയെ, കുറച്ച് വാക്യങ്ങൾ എഴുതണം. കുറച്ച് വാക്യങ്ങൾ എഴുതണം. ഇവിടെ ഒരു വാക്യമുണ്ട്, മേരി അമ്മി പ്യാരി ഹേ. എന്താണ്? മേരി അമ്മി പ്യാരി ഹേ അല്ലേ. ഒന്നാമത്തെ വരി നോക്കൂ, ഇവിടെ എഴുതിയ നോക്കൂ. അത് ഒന്നാമത്തെ വരിന്ന് തന്നെ എഴുതിയതാണ് അല്ലേ. പദ്യത്തിൽ ഒന്നാമത്തെ വരി മേരി അമ്മി പ്യാരി, കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഹൈ എന്ന് എഴുതി. ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? അമ്മയെക്കുറിച്ച് സെൻറ്റൻസ് എഴുതണം. രണ്ടാമത്തെ വരി നോക്കൂ, മേരി അമ്മി, അങ്ങനെ തന്നെ തുടങ്ങാം. അമ്മിയെക്കുറിച്ചല്ലേ നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് എല്ലാ വരിയുടെയും ആദ്യം മേരി അമ്മി എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് അച്ചി സച്ചി ഹേ, മേരി അമ്മി അച്ചി സച്ചി ഹേ, മേരി അമ്മി അച്ചി സച്ചി ഹേ. ഇനി മൂന്നാമത്തെ വരിയോ? മേരി അമ്മി, അതുപോലെ എഴുതിയാൽ മതി. മേരി അമ്മി എന്ന് എഴുതിയതിന് ശേഷം മൂന്നാമത്തെ വരി അതുപോലെ എഴുതിയാൽ ശരിയായ സെൻറ്റൻസ് ആവും. മേരി അമ്മി മുജ്കോ ഖാന ദേത്തി ഹൈ, എൻ്റെ ഉമ്മ എനിക്ക് ഭക്ഷണം തരുന്നു, എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം നൽകുന്നു. നാലാമത്തെ വരിയോ അതുപോലെ എഴുതാട്ടോ. മേരി അമ്മി ഹർ ദിൻ ദൂത് പിലാത്തി ഹേ, എൻ്റെ അമ്മ എല്ലാ ദിവസവും പാല് കുടിപ്പിക്കുന്നു. അടുത്ത വരിയോ അതുപോലെ എഴുതാ, അടുത്ത വരിയോ അതുപോലെ എഴുതാ. അപ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ. ആ വരിയുടെ മുമ്പ് എന്തെഴുതിയാൽ മതി? മേരി അമ്മി എന്ന് എഴുതിയാൽ മതി കേട്ടോ. ആ രീതിയിൽ ഒരു 3 സെൻറ്റൻസ് എഴുതാൻ ബുദ്ധിമുട്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ മേരി അമ്മി എന്ന പാഠത്തിലെ അമ്മി എന്ന പാഠത്തിലെ ആദ്യത്തെ 3 പ്രവർത്തനങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. ആദ്യ പ്രവർത്തനം എന്തായിരുന്നു? ആദ്യ പ്രവർത്തനം ഗറിലുള്ള ആളുകളെക്കുറിച്ച് സെൻറ്റൻസ് എഴുതുക, അതിനുശേഷം പാട്ട് പൂർത്തീകരിക്കുക, അമ്മയെക്കുറിച്ചുള്ള സെൻറ്റൻസ് എഴുതുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ശുക്രിയ, ഖുദാ ഹാഫിസ്.